അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പറയുന്നത് നമ്മൾ നമ്മുടെ ശരീരത്തിന് ഒരു കവചം തീർക്കാൻ പോവുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, എല്ലാവർക്കുമുള്ള ഒരു പ്രയാസമാണ്, പ്രതിസന്ധിയാണ് തെറ്റിലേക്ക് പോകുന്നതും നന്മ ചെയ്യാനുള്ള മടിയും. അതിനെക്കുറിച്ച് എന്താണ് എന്ന് നമുക്കൊന്ന് പറയാം. അതിൻ്റെ മുമ്പ് കഴിഞ്ഞ ദിവസം കണ്ണൂർ കക്കാട് വെച്ച് നസീർ സാഹിദ ദമ്പതികളുടെ മകൻ വെറും 8 വയസ്സ് മാത്രമുള്ള ഒരു പൊന്നുമോൻ മരണപ്പെട്ട വിവരം നമ്മളെല്ലാവരും അറിഞ്ഞു. എൻ്റെ പ്രിയമുള്ളവരെ, കണ്ണൂർ കക്കാട് VPM മഹ്മൂദ് ഹാജി മെമ്മോറിയൽ സ്കൂളിൽ പഠിക്കുന്ന ഒരു പൊന്നുമോൻ, വെറും 8 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ആ കുട്ടി പുഴയിൽ വീണ് മരണപ്പെട്ട ഒരു വാർത്ത കാണാനിടയായി. ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയായിരുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പൊന്നുമോൻ അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും അല്ലാഹു തആല കൊടുക്കട്ടെ. അല്ലാഹു തആല ഖബർ അല്ലാഹു തആല വിശാലമാക്കി കൊടുക്കട്ടെ. നമ്മെ വിട്ടു പിരിയുന്ന ഓരോ വാർത്തകളും എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ പറയുന്നത്, അത് നമുക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മരണചിന്തയെ ഓർമ്മപ്പെടുത്താനും നമ്മുടെ ജീവിതത്തിലൊരു ശ്രദ്ധയുണ്ടാകാനും നമ്മുടെ മക്കളിലും മറ്റുമൊക്കെ ആ ശ്രദ്ധയെ നമുക്ക് പറഞ്ഞു കൊടുക്കാനും ചൊലുത്തി കൊടുക്കാനും ഒക്കെയാണ് എൻ്റെ പ്രിയമുള്ളവരെ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിയായ ഇൽമ അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, ഏറെ സങ്കടപ്പെടുത്തിയത് ആ പൊന്നുമോൻ്റെ മയ്യത്ത് തൻ്റെ സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ അവിടെയുണ്ടായ തൻ്റെ ടീച്ചേഴ്സ്, സഹപാഠികളും മറ്റുള്ളവർ കരയുന്ന ഓരോ വാർത്തകൾ നമ്മൾ കണ്ടപ്പോഴാണ് ഏറെ സങ്കടം തോന്നിയത്. അവിടുത്തെ പ്രധാന അധ്യാപകൻ ആ പൊന്നുമോനെക്കുറിച്ച് പറയുന്നത് എൻ്റെ പ്രിയമുള്ളവരെ വല്ലാത്ത സങ്കടപ്പെടുത്തുന്ന ഓരോ വാക്കുകളായിരുന്നു. കാണുമ്പോൾ തന്നെ ഏറെ സങ്കടം തോന്നും, കേൾക്കുമ്പോൾ തന്നെ കണ്ണ് നിറഞ്ഞു പോകും. നമുക്ക് അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്ന്, ആ പൊന്നുമോനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടു നോക്കാം. ഞാൻ മുനീർ, VPM സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ്. നമ്മളുടെ സ്കൂളിലെ 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥി നാഷിദ് നമ്മളെ വിട്ട് പിരിഞ്ഞ് പോയത് വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയിലാണ് നമ്മളുള്ളത്. നമുക്കറിയാം, നമ്മുടെ സ്കൂളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാർത്ഥിയാണ് നാഷിദ്. സ്പോർട്സിലായാലും ആർട്സിലായാലും അവൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വിദ്യാർത്ഥിയായിരുന്നു. നമ്മൾ പലപ്പോഴും അവനെ വിളിക്കാറുള്ളത് VPMൻ്റെ ഉസൈൻ ബോൾട്ട് എന്നാണ്. എപ്പോഴും ഓട്ട മത്സരത്തിൽ അവനായിരിക്കും ഫസ്റ്റ് നേടിയിരിക്കും. അതുപോലെ തന്നെ കരാട്ട പഠനത്തിലും അവൻ മികവ് തെളിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ VPM ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷനിലൊക്കെ അവൻ്റെ മേഖലകളിൽ വളരെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വിദ്യാർത്ഥിയായിരുന്നു. അതോടൊപ്പം തന്നെ അവന് ഈ ഹാൻഡിക്രാഫ്റ്റ്, പിന്നെ ഓരോ സാധനങ്ങളും എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതിൽ ടീച്ചേഴ്സിനെ പോലും അത്ഭുതപ്പെടുത്തുന്ന വിധം അവൻ ചെയ്ത പോക്കാണ്. എനിക്കറിയാം, എൻ്റെ വർക്കുകളൊക്കെ അവൻ എനിക്ക് കാണിച്ചു തരുമായിരുന്നു. അവസാനമായി അവൻ ചെയ്ത വോക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളത് നിങ്ങളുടെ ടേബിളിൽ എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി സൂക്ഷിക്കണമെന്നുള്ളത്. അതാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും നല്ല ഒരു വിദ്യാർത്ഥിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്കൂളിനെ ഒരു നികത്താനാവാത്ത വിടവാണ് നാഷിദിലൂടെ സംഭവിച്ചിരിക്കുന്നത്. എല്ലാവരോടും നല്ല സ്വഭാവത്തോടു കൂടി ടീച്ചേഴ്സിനെയും കൂട്ടുകാരെയും സ്നേഹിക്കുകയും അവന് IQ-വിനേക്കാൾ കൂടുതൽ EQ ആണ്, ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ള ഒരു വിദ്യാർത്ഥിയാണ് നാജിസ്. അവൻ്റെ ഒരു വിയോഗത്തിൽ അവന് നല്ല നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ എന്ന ഒരു പ്രാർത്ഥനയും അവൻ്റെ കുടുംബത്തിന് ഈ ഒരു അവസ്ഥ തരണം ചെയ്യാനുള്ള മനഃശക്തിയും ധൈര്യവും സധൈര്യവും നൽകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മളത് കേട്ടു. വല്ലാത്ത സങ്കടം തോന്നുന്ന ഒരു വാർത്തയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പൊന്നുമോൻ അല്ലാഹു സ്വർഗം കൊടുക്കട്ടെ. ആ സ്ഥാപനത്തിൻ്റെ ഹുസൈൻ ബോൾട്ട് എന്നിവരെ ആ പൊന്നുമോനെ വിശേഷിപ്പിക്കുന്നു. കായിക മേഖലകളിലൊക്കെ നല്ല കഴിവ് തെളിയിച്ച ഒരു മിടുക്കനായ പൊന്നുമോൻ. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള മക്കളൊക്കെ മരണപ്പെടുമ്പോൾ ആലോചിച്ചു പോവുകയാണ്, പടച്ച റബ്ബേ, ആ മാതാപിതാക്കൾക്ക് ഒരു താങ്ങും തണലായിട്ടുണ്ടാകുന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടായിരിക്കും ആ പൊന്നുമോനെ വളർത്തുമ്പോഴൊക്കെ. പക്ഷേ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സങ്കടം തോന്നുകയാണ്. അല്ലാഹു തആല കുടുംബത്തിന് അല്ലാഹു തആല സമാധാനം അല്ലാഹു തആല കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, ഇത് നമ്മൾ പറയുന്നത് പിശാച് നമ്മുടെ ശരീരത്തിൽ ദുർബോധനം നടത്തിക്കൊണ്ടിരിക്കും. നമ്മൾ ചെയ്യേണ്ടത് പിശാചിനെ നമ്മൾ ദുർബോധനം നടത്തണം എന്ന് പറഞ്ഞാൽ അവനിക്ക് ബോധനമാണ് എന്ന് തോന്നുന്ന രീതിയിൽ നന്മകൾ നമ്മൾ പ്രവർത്തിക്കണം. നമ്മെ ഇബ്ലീസ് പല രൂപത്തിൽ ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിലും നന്മകൾ ചെയ്തുകൊണ്ട് ഇബ്ലീസിനെ നമ്മൾ ശല്യപ്പെടുത്തണം. ഒരു വ്യക്തി നമ്മെ വല്ലാതെ ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് മാറി നിൽക്കും, സഹിക്കാൻ വയ്യാതെയാകുമ്പോൾ. എന്ന പോലെ തന്നെ നമ്മൾ ഇബ്ലീസിനെ ശല്യപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇബ്ലീസ് അവിടെ നിന്ന് മാറിപ്പോകും എന്നതാണ് യാഥാർത്ഥ്യം. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ പറയുന്നത് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, വ ഇയ്യാക വത്തസ്രീഫ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പിന്നെ എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ, ഞാനത് പിന്നെ ചെയ്യാം, കുറച്ചിത് കൂടെ കഴിയട്ടെ, അല്ലെങ്കിൽ എനിക്കത് കിട്ടട്ടെ, എന്നിട്ട് ഞാൻ ചെയ്യാം, എന്നിട്ട് ഞാൻ ഇബാദത്ത് ചെയ്യാം
എനിക്കല്ലെങ്കിൽ എൻ്റെ കാര്യം ഒരു ജോലി കിട്ടട്ടെ എന്നിട്ട് ഞാൻ ഇബാദത്ത് ചെയ്യാം. എത്ര ആളുകൾ നമ്മോടത്ത് അങ്ങനെയൊക്കെ പറയാറുണ്ട്. നല്ല ജോലി കിട്ടിയിട്ട് അല്ലെങ്കിൽ സമ്പത്ത് വന്നിട്ട് ഞാൻ ഇബാദത്ത് ചെയ്യാം, അള്ളാഹിനെ അറിയാമെന്നൊക്കെ പറയുന്ന ആളുകൾ. അങ്ങനെ പിന്നെ അല്ലെങ്കിൽ വേണ്ട ഖുർആൻ നാളെ മുതൽ ഖുർആൻ ഓത്ത് തുടങ്ങാം, അല്ലെങ്കിൽ നാളെ മുതൽ നിസ്കരിക്കാൻ തുടങ്ങാം, നാളെ മുതൽ ദിക്ർ ചൊല്ലാൻ തുടങ്ങാം, അല്ലെങ്കിൽ നാളെ മുതൽ ഖത്മ് തീർക്കാൻ തുടങ്ങാം. ഇങ്ങനെയൊക്കെ നമ്മൾ നാളെ എന്നുള്ളൊരു ചിന്ത ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫഇന്നഹു അക്ബറു ജുനൂദ ഇബ്ലീസ. ഇബ്ലീസിൻ്റെ സൈന്യത്തിന്, ഇബ്ലീസിൻ്റെ കുട്ടികൾക്ക്, ഇബ്ലീസിന് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ, നമ്മുടെ ശരീരത്തിലേക്ക് കയറി സ്വാധീനിക്കാൻ കഴിയും നിങ്ങളുടെ ഈ പ്രവർത്തനം, ഈ സംസാരം, ഈ ചിന്തയിലൂടെ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ പ്രിയമുള്ളവരെ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇബ്ലീസിന് ഏറ്റവും നമ്മളെ സ്വാധീനിക്കാൻ കഴിയുന്നത്, നമ്മളെ ശല്യപ്പെടുത്താൻ കഴിയുന്ന ഒരു സ്വഭാവമാണ് എന്തും നമ്മൾ പിന്നേക്ക് മാറ്റി വെക്കുന്നത്. ആ ഒരു സ്വഭാവത്തെ നമ്മൾ ഒഴിവാക്കുക, നമ്മുടെ ജീവിതത്തിൽ അത് ഇല്ലാതെയാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിൻ്റെ എല്ലാവിധ ഷർറുകളിൽ നിന്നും നമ്മുടെ മക്കളെ, നമ്മുടെ ബന്ധപ്പെട്ട എല്ലാവരെയും അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.